Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ടോപ്പിക് പറഞ്ഞിരുന്നോ? പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നോ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. അശ്വൻ പറഞ്ഞിരുന്നോ? റെസ്പോൺസ് ഒന്നുമില്ല. ഹലോ. ഓക്കെ, ഇന്ന് നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എടുക്കാം. Listen carefully. Okay, direct and indirect speech. അതായത് ഇത് റിപ്പോർട്ട് സ്പീച്ച് എന്നും പറയും. ഒരാള് നമ്മളൊരു കാര്യം പറയുമ്പോ നമ്മളിത് തേർഡ് പേഴ്സണോട് പറയില്ലേ, നമ്മൾ റിപ്പോർട്ട് ചെയ്യില്ലേ, അതാണ് ഇത് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ടെൻസിലും എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് നമ്മൾ ഒരു സെന്റൻസ് പറയുന്നു, അതെങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാതെ നോക്കാം. അങ്ങനെ ഓരോ ടെൻസും വെച്ച് നമ്മൾ ഓരോ സെന്റൻസ് പറയുന്നുണ്ട്, അതിനെല്ലാത്തിനും എങ്ങനെയാണ് ചേഞ്ചസ് വരാതെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ the boy said I want a cycle. ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഒരു എന്താണ്, the boy said, boy പറഞ്ഞു I want a cycle, സൈക്കിൾ വേണം അല്ലെ. I want a cycle എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. സോ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താ വരാ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആവും, സിമ്പിൾ പാസ്റ്റ് ആകും. ഓക്കെ, ടെൻസിന് ചേഞ്ച് വരുന്നുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു സെന്റൻസ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് എന്തായി മാറുന്നു, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോ the boy said I want a cycle എന്ന് പറയുന്ന സെന്റൻസ് the boy said that റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് that യൂസ് ചെയ്ത് പറയണം. The boy said that he want a cycle. The boy said that he want a cycle. ഇവിടെ എന്താണ് വ്യത്യാസം വന്നതെന്ന് പറയാമോ? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അല്ലെ, സബ്ജക്റ്റ് ഒന്ന് മാറി. The boy said that he want a cycle. അവിടെ I എന്ന് പറയുന്നത് he ആയിട്ട് മാറി. പിന്നെ said obviously അതെന്താണ്, past tense ആണ് അല്ലെ, സെയിം ആണ്. അവിടെ സബ്ജക്റ്റിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. The boy said that he want a cycle. ഓക്കെ, ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും ഇന്റർ സ്പീച്ചിലേക്ക് മാറുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുന്നു. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകും. അതായത് Renu said I am waiting for Jerry. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, കാരണം ഐ എം വെയിറ്റിംഗ്, ing ഫോം ഉണ്ട്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഐയുടെ കൂടെ ആം എന്ന് പറയുന്ന ഓക്സിലറി വരുമ്പോ അതെന്താണ്, പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കാം, പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം അല്ലെ. ഐയുടെ കൂടെ ആം എന്ന് പറയുന്ന ഓക്സിലറി വരുമ്പോൾ അത് പ്രസന്റ് ടെൻസ് ആണ്. പിന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത് പ്രസന്റ് ടെൻസിൽ ഏത് ആക്ഷൻ ആണെന്ന് അറിയണം. അപ്പോ നെക്സ്റ്റ് പറയുന്ന വേർബ് ing ആണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോ എന്താണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ടെൻസ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോ Renu said I am waiting for Jerry. ഇത് ഇന്റർ സ്പീച്ചിലേക്ക് മാറുമ്പോ പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറും. അപ്പൊ Renu said that he was waiting for Jerry. I am എന്ന് പറയുന്നതാണ്. I am എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് എന്താ, I എന്ന് പറയുന്ന അവിടെ എന്താണ്, ഷീ ആണ് അല്ലെ. റീനു എന്ന് പറയുന്നത് ഗേൾ ആണ് അല്ലെ. അപ്പോ
ഫീമെയിൽ ആണ്, നമ്മൾ ഷീ ആണ് യൂസ് ചെയ്യാം. ഷീയുടെ കൂടെ നമ്മൾ പാസ്റ്റില് ഏത് ഓക്സിലറി ആണ് യൂസ് ചെയ്യാം? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ വാസും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ വേറും ആണ് യൂസ് ചെയ്യാം പാസ്റ്റ് ടെൻസിൽ. അപ്പൊ ഇവിടെ ഷീ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ വി ക്യാൻ യൂസ് ദ ഓക്സിലറി ഈസ് വാസ്. ഓക്കെ, അപ്പോ റീനു സെഡ് ദാറ്റ് ഷി വാസ് വെയിറ്റിംഗ് ഫോർ ജെറി. ഓക്കെ, അപ്പൊ ഐ ആം എന്നുള്ളത് അവിടെ ഷീ വാസ് എന്നായിരുന്നു മാത്രം. ബാക്കിയെല്ലാം സെയിം ആണ്, കാരണം ING ഫോം ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ എന്തായാലും വെയിറ്റിംഗ് തന്നെയാണ് വരും. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും നമ്മൾ ചേഞ്ച് ചെയ്യില്ലാന്നറിയാലോ. സബ്ജക്റ്റ് മാറും, അതുപോലെ തന്നെ എന്താണ് ഓക്സിലറി മാറും. ഇൻഡയറക്ട് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ചിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞേ. ഡയറക്ട് സ്പീച്ചിലെ സബ്ജക്റ്റും ഓക്സിലറിയും ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് മാറുന്നതനുസരിച്ച് അവിടുത്തെ സബ്ജക്റ്റും ഓക്സിലറിയും മാറും. ഓക്കെ, അവിടെ ചേഞ്ച് വരും. ഇനി നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസില് ഡയറക്ട് സ്പീച്ചില് ഗീതു സെഡ് ടു മീ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് എന്നാണ് വരുന്നത്. അത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് വരും. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. അപ്പോ എങ്ങനെയാ വരാ? പാസ്റ്റ് പെർഫെക്റ്റിൽ എങ്ങനെ വരും? ഇവിടെ പ്രസന്റില് ഗീതു സെഡ് ടു മീ എന്നാണ് പറയുന്നത്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റില് ഇവിടെ നമുക്ക് ടോൾഡ് എന്നും പറയാം, സെഡും പാസ്റ്റ് തന്നെയാണ്. സോ സെഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഗീതു സെഡ് ടു മീ എന്ന് പറയും. ഓക്കെ, ടോൾഡ് യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. പാസ്റ്റ് ടെൻസ് ആണോ പാസ്റ്റ് യൂസ് ചെയ്യുന്ന വേർബ് ആണോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോ ഇവിടെ ഗീതു സെഡ് ടു മീ ഓർ ടോൾഡ് ടു മീ ദാറ്റ് വന്നു. അവിടെ പ്രസന്റില് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് എന്നാണ്. ഇവിടെ ഐക്ക് പകരം ഗീതു എന്ന് പറയുന്നത് ഗേൾ ആയതുകൊണ്ട്, ഫീമെയിൽ വേർഷൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഐക്ക് പകരം ഏത് സബ്ജക്ട് യൂസ് ചെയ്യാം? നമുക്ക് ഷീ എന്ന് പറയുന്ന പ്രോണൗൺ യൂസ് ചെയ്യാം അല്ലെ. സോ ഷീ. ദെൻ പാസ്റ്റ് ആണ്, ഈ ഹാവ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. ദെൻ പിന്നെ എല്ലാവരും സെയിം ആണ്, കാരണം ഹാവ് ഹാഡ് ഹാസിന് ശേഷവും നമ്മൾ യൂസ് ചെയ്യുന്നത് V3 ഫോം ആണ്. സോ ഫിനിഷ് എന്ന് പറയുന്ന വേർഡിന്റെ V3 ഫോം എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരാം ഗീതു told to me that she had finished her work. I have എന്നുള്ളത് she had. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറുക. She said, I have been reading for hours. അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുമ്പോഴോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, she said that she had been. കണ്ടോ, she had been ആണ്, have ആണ് സബ്ജക്റ്റ് ആണ്, അത് she ആയിട്ട് മാറി, have എന്നുള്ളത് had ആയിട്ട് മാറി, then be. Okay, ബാക്കിയെല്ലാം സെയിം ആണ്. She had been reading for hours. She said that she had been reading for hours. അപ്പോ ഇങ്ങനെയൊക്കെയാണ് പ്രസന്റ് ടെൻസ് ഇതിന്റെ സ്പീച്ചിലേക്ക് മാറുമ്പോൾ വരുന്ന ചേഞ്ചസ് ഒക്കെ ഇതൊക്കെയാണ്. സോ ഈ പ്രസന്റ് ടെൻസ് ക്ലിയർ ആയോ എല്ലാവർക്കും? എങ്ങനെയാണ് ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? എങ്ങനെയാണ് നമ്മുടെ സ്പീച്ച് ഇതിന്റെ സ്പീച്ചിലേക്ക് മാറ്റാ എന്ന് പ്രസന്റ് ടെൻസില് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കോ. ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം, അതൊന്ന് കറക്റ്റ് ആൻസർ ഒന്ന് പറഞ്ഞുതരാമോ? He said, I like ice cream. He said, I like ice cream. He said, he liked ice cream. Sorry, he said, I like ice cream. ഇതൊരു direct speech ആണ്. He said, I like ice cream എന്ന് പറയുന്ന സെന്റൻസ്
ഡയറക്റ്റ് സ്പീച്ച് ആണ്. അത് ഇന്റർ സ്പീച്ചിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്തേ. എന്നിട്ട് ആൻസർ പറയൂ എല്ലാവരും. He said, I like ice cream. He said, I like ice cream. Change you into the speech. Change it to text ചെയ്യും. Answer text ചെയ്യാം. Okay, answer പറയൂ. He said, I like ice cream എന്ന് പറയുന്ന ഡയറക്റ്റ് സ്പീച്ചിനെ ഇന്റർ സ്പീച്ചിലേക്ക് മാറ്റാം. ഓക്കെ, ആൻസർ ടെക്സ്റ്റ് ചെയ്യൂ. Yeah, okay. വേറെ ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? നഫീറ, ആൻസർ ഒന്ന് പറഞ്ഞേ. He said that he liked ice cream. Yeah. He said that he liked ice cream. Yeah, he said that he liked ice cream. ഇത് ഏത് ടെൻസ് ആയിരുന്നു? പ്രസന്റ് സിമ്പിൾ പ്രസന്റിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി. ഓക്കെ, നെക്സ്റ്റ് she said, I'm living in Paris. She said, I am living in Paris. പെട്ടെന്ന് ഒന്ന് ആൻസർ പറയാവോ? ടെക്സ്റ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറയാം. It's your wish. She said, I'm living in Paris. She said that she's living in Paris. Okay. Yeah. She said that she was living in Paris. She said that she was living in Paris. The present continuous tense നെ നമ്മൾ എന്താണ് ഇന്റർ സ്പീച്ചിലേക്ക് മാറ്റിയപ്പോ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറി. ഓക്കെ, yeah, she said that she was living in Paris. Yeah, correct ആണ്. Okay, correct, clear ആണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും പ്രസന്റ് ടെൻസ് ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് മൂവിംഗ് ഓൺ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ഡയറക്റ്റ് സ്പീച്ചില് സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് അത്
ഇന്റർ സ്പീച്ചിലേക്ക് മാറുമ്പോ സിമ്പിൾ പാസ്റ്റ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. ശ്രദ്ധിക്കണം, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് മാറാം. രാജു said I ate an apple എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇന്റർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് മാറാം. കാരണം രാജു said I ate an apple എന്ന് പറയുമ്പോ I ate an apple അത് പാസ്റ്റ് ആണ് അല്ലെ? സബ്ജക്റ്റിന്റെ കൂടെ നമ്മള് V2 ഫോം ആണ് ചേർത്ത് ate എന്ന് പറയുന്നത് V2 ഫോം ആണ്. Then അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറുന്നതെങ്കിൽ രാജു said that I എന്ന് പറയുന്നത് he ആകും. Then അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. So you must use the word or auxiliary ഏതാണ്? Had. That is said that he had ശേഷം V3 form. He had eaten an apple. Okay. So simple past sentence, simple past sentence ഇന്റർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് മാറുക. ഓക്കെ, ഓരോ സെന്റൻസും നിങ്ങൾ ഫസ്റ്റ് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ അത് ഇന്റർ സ്പീച്ചിലേക്ക് മാറ്റാൻ പാടുള്ളൂ. കാരണം ഇത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇന്ന ടെൻസ് ഇന്റർ സ്പീച്ചിലേക്ക് മാറുമ്പോ ആ ടെൻസിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോ ആ ഡൾ സ്പീച്ച് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം ഫസ്റ്റ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഇന്റർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഏത് ടെൻസിലേക്ക് മാറ്റണം എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ടെൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ടെൻസ് അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്റ് ആണ്. അതിപ്പോ എന്തായിക്കോട്ടെ, ഏത് ടെൻസ് എന്ത് കാര്യമായിക്കോട്ടെ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ആക്റ്റീവ് പാസീവ് വോയിസിലായാലും ഇപ്പൊ പഠിക്കുന്ന ഡയറക്റ്റ് ആൻഡ് ഇന്റർ സ്പീച്ചിലായാലും നമുക്ക് എന്താണ് കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടെൻസ് ആണ് അല്ലെ? നമ്മൾ എങ്ങനെയൊക്കെയാണ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്, ടെൻസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന വേർഡ് സ്പീച്ച് ആയാലും ആക്റ്റീവ് വോയിസ് ആയാലും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എക്സാം എഴുതുന്നില്ലല്ലോ എന്ന്. പക്ഷെ റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ എപ്പോഴും മിക്കപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഡെയിലി ലൈഫിലാണെങ്കിലും. കാരണം ഇപ്പോ എന്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് വേറൊരാളോട് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിപ്പോർട്ട് സ്പീച്ച് ആണ്. ഓക്കെ, അപ്പോ റിപ്പോർട്ട് സ്പീച്ച് നമ്മള് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്, അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ടെൻസ് ആണ്. അത് നിങ്ങള് you should know the tenses. Okay. Yeah. അപ്പോ സിമ്പിൾ പാസ്റ്റ് എന്തായിട്ട് മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നു. രാജു said I ate an apple എന്ന് പറയുന്ന സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുമ്പോ രാജു said that he had eaten an apple എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഈ പാസ്റ്റ് കണ്ടിന്യൂസും എന്താണ് ഇന്റർ സ്പീച്ചിലേക്ക് മാറുമ്പോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുന്നു. ഓക്കെ, വീണ said I was reading a novel എന്ന് പറയുന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ഇന്റർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോ വീണ said that she has been reading a novel എന്ന് വരും. She has been reading a novel എന്നാണ്. I was reading എന്നുള്ളത് ഇവിടെ she has been ആയി. കാരണം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. She has അല്ല കേട്ടോ, അവിടെ had ആണ്. പാസ്റ്റ് പെർഫെക്റ്റില് ഒരിക്കലും നമ്മൾ has or have യൂസ് ചെയ്യില്ല. അവിടെ മിസ്റ്റേക്ക് ആണ്, അവിടെ യൂസ് ചെയ്യുന്നത് had ആണ്. ഓക്കെ, ഇങ്ങനെ മിസ്റ്റേക്സ് വരുന്നത് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പറ്റുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. അത് പ്ലീസ് ഇഗ്നോർ ഇറ്റ്. ഓക്കെ, ഇവിടെ ഹാസ് അല്ല ഹാഡ് ആണ്. കാരണം നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും പാസ്റ്റിൽ ഒരിക്കലും നമ്മൾ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യില്ല. പാസ്റ്റിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്തുള്ളൂ, അത് ഹാഡ് ആണ്. അപ്പൊ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാഡ് ആണ്.
അപ്പൊ അവിടെ ഒരിക്കലും ഹാസ് വരില്ല, ഹാഡ് മാത്രമേ വരൂ. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതിന്റെ സ്പീച്ചിലേക്ക് മാറ്റുമ്പോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മുടെ ഇന്ത്യൻ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താ, അവിടെ ടെൻസിന് ഒരു ചേഞ്ചസും വരുന്നില്ല. ഏത് ടെൻസ് ആണ് എന്ന് നമുക്ക് ടെൻസിന് യാതൊരു ചേഞ്ചും വരില്ല, സബ്ജക്ട് മാത്രമേ മാറുന്നുള്ളൂ. രാമു said I had seen him എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, സബ്ജക്ട് ഒന്ന് മാറും, അത് മാത്രമേ വരുള്ളൂ. കാരണം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ചേഞ്ച്. ഓക്കെ, രാമു said I had seen him. അതെന്താ നമുക്ക് എങ്ങനെ മാറ്റാം? രാമു said that he had seen him. അത്രയേ ഉള്ളൂ. ഇവിടെ ഐ എന്നുള്ളത് ഹി ആയിട്ട് മാറി എന്ന് മാത്രം. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിലും പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഇത് തന്നെയാണ്, ടെൻസിന് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇന്ത്യൻ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നുള്ളത് എന്താ, ടെൻസ് മാറ്റുന്നില്ല, അവിടെ മാറുന്നത് സബ്ജക്ട് മാത്രമാണ്. Amal said I had been watching a film എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പീച്ചിലേക്ക് വരുമ്പോൾ Amal said he had been watching a film. He had been watching a film എന്നാ പറയുന്നത്. സബ്ജക്ട് മാത്രമേ മാറുന്നുള്ളൂ, ഐ എന്നുള്ളത് ഹി ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. അത് ക്ലിയർ ആണോ? മനസ്സിലായോ? പാസ്റ്റ് ടെൻസ് ക്ലിയർ ആണോ? പ്രസന്റ് പാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. Is it clear or not? Yes. Okay, for example എഴുതിക്കോളൂ. He said I bought a car. 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 Okay, should we answer? ഓക്കെ, ടിബിൻ ആൻസർ പറഞ്ഞു. ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. എപ്പോഴും പറയണോ ടെക്സ്റ്റ് ചെയ്യാനായിട്ട്? നമുക്കത് ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാലോ. ഓക്കെ, കുഞ്ഞു പിള്ളേരോട് പറയുന്ന പോലെയാണ്, ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എപ്പോഴും പറയണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ, അറിയാവുന്ന കാര്യങ്ങളല്ലേ. ആൻസർ പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണം. ഞാനിത് ഇടക്കിടക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. Yeah, he said that he had bought a car. Yeah, correct ആണ്. He said that he had bought a car. Yeah. അപ്പോ ഇത് സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു. സിമ്പിൾ പാസ്റ്റ് നമ്മള് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് she said I was walking along the street. She said I was walking along ആണ്, along ALONG ആണ്, along. I was walking along
the street. She said, I was walking along the street. She said, I was walking along the street. She said, I was walking along the street. Okay, Ashwin, Sneha, answer for you. Yeah, she said that she had been walking along the street in Amara. Yeah, it's correct. Next up, he said, I had taken Spanish lessons. He said, I had taken Spanish lessons. He said, I had taken Spanish lessons. Answer for you. He said, I had taken Spanish lessons. Okay. He said that he had taken Spanish lessons. Yeah. Okay. About past tense clear ആണ്. Next, future ആണ്. Future tense, simple future. Simple future നമുക്ക് എന്താണ് അത് simple future തന്നെ പാസ്റ്റിലേക്ക് മാറും. ഓക്കെ, ഫ്യൂച്ചറിൽ തന്നെ പാസ്റ്റിലേക്ക് മാറും. She said, I will live in Delhi. I will live in Delhi. അത് ഫ്യൂച്ചറിൽ തന്നെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ will എന്തായി മാറും?
വുഡ് ആയി മാറും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, വില്ല് വുഡ് ആയി മാറും. അതുപോലെ തന്നെ സബ്ജക്ട് അറിയാം, ഐ എന്നുള്ളത് ഷീ ആയിട്ട് മാറും. അതാണ് വ്യത്യാസം. She said I will live in Delhi എന്ന് പറയുന്നത് she said that she would live in Delhi എന്ന് വരും. ഓക്കെ, സബ്ജക്ട് മാറും. അവിടെ വന്നിരിക്കുന്ന വില്ല് വുഡിലേക്ക് മാറും. വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്. അതാണ് പറയുന്നത് ഫ്യൂച്ചറിലെ തന്നെ പാസ്റ്റിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞ അതാണ്. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ സിമ്പിൾ ഇൻ ദ പാസ്റ്റ്, പാസ്റ്റിലേക്ക് മാറും. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസും സെയിം തന്നെയാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസും എന്താണ്? അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റിലേക്കാണ് മാറുന്നത്. I said to him I will be waiting for him എന്ന് പറയുമ്പോൾ അവിടെ I said to him that I would be waiting for him എന്നുള്ളത്. will എന്ന് പറയുന്നത് would ആയി മാറുന്നു എന്നുള്ളൂ. പിന്നെ സബ്ജക്ട് മാറും. ഇത്രയും വ്യത്യാസം ഈ ഫ്യൂച്ചർ ടെൻസിലുള്ളൂ. ഓക്കെ, ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റും സെയിം തന്നെയാണ്. He said I will have finished the work. He said that he would have finished the work എന്ന് വരും. Okay, future perfect continuous same ആണ്. She said I will have been living in Dubai. She said that she would have been living in Dubai. Okay, so ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും കുറച്ച് സിമ്പിൾ ആണ്. കുറച്ച് അതിനേക്കാൾ കുറച്ച് ഡിഫിക്കൽറ്റി തോന്നുന്ന പാസ്റ്റ് മാത്രം, കാരണം ടെൻസിൽ കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയില്ല. ഓക്കെ, അപ്പൊ എല്ലാ ഏകദേശം ടെൻസസും എല്ലാനും ക്ലിയർ ആണ്. ഇങ്ങനെയൊക്കെയാണ് അത് ഡയറക്റ്റ് ഇന്ത്യൻ സ്പീച്ചിലേക്ക് മാറ്റാമെന്ന് മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കിയിട്ട് വരാം. നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് വേർഡ്സ്, അതായത് ഈ കാണുന്ന വേർഡ്സുകളെല്ലാം എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വ്യത്യാസം വരുന്നത് നോക്കാം. ദിസ് എന്നുള്ളത് ദാറ്റ് ആയിട്ട് മാറുന്നു. ദീസ്, ദോസ്, ഹിയർ, ദെയർ, hereafter, thereafter, ago, before, now, then, today, that day, tonight, that night, tomorrow, the next day or the following day, day after tomorrow, in 2 days, day before, 2 days before, day before എന്ന് പറയുമ്പോൾ 2 days before, the following week എന്ന് വരും. Next week ആണ് the following week. Okay, next week അല്ലെങ്കിൽ yesterday, the previous day ഒക്കെ എന്താ next week, പിന്നെ yesterday, next week ആണ് the following week എന്ന് വരാം. കുറച്ച് കറക്റ്റ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. Day before yesterday ആണ് 2 days before വരാ. Next week എന്നുള്ളത് the following week ആണ്. Okay, the following week, next day and yesterday, the previous day, the following week ആയിട്ട് വരും. Yeah, last month, the previous month ആയിട്ട് വരും. Okay, ഇനി നെക്സ്റ്റ് എല്ലാം അപ്പൊ എങ്ങനെയാണ് yesterday ഒക്കെ ചേഞ്ച് വരാൻ നോക്ക്. Ravi said I wrote a letter yesterday. അതെങ്ങനെയാ വരാ? I wrote a letter എന്ന് പറയുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണ്? I wrote a letter yesterday. Which tense? I wrote a letter. ഏത് ടെൻസ് ആണ്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യോ? ഏത് ടെൻസ് ആണ്? യാ, സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, Ravi said I wrote a letter എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് ഇന്ത്യൻ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഏത് ടെൻസ് ആയിട്ട് മാറാം? ടെൻസ് ആയിട്ട് മാറാം. Past perfect ലേക്ക് മാറുന്നു. അപ്പോ Ravi said that he had returned a letter yesterday എന്നുള്ളത് the previous day ആണ്. ഓക്കെ, അപ്പോ Ravi said that he had written a letter the previous day എന്ന് വരും. അതുപോലെ Rahul said I will hear tomorrow.
I will hear tomorrow എന്ന് പറയുന്നത് future ആണ്. അവിടെ Rahul said that he would go there. Go വേണമെന്നില്ല അവിടെ. He would there the next day എന്ന് വരും. Go വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒന്ന് കറക്ഷൻ ചെയ്യുക എല്ലാവരും. ഇവിടെ ഗോഡ് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ തന്നെ പാസ്റ്റ് ആയിട്ട് മാറുന്നു, അതായത് ഇത് ഗുഡ് ആയിട്ട് വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ? ഇനി ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്, അതായത് റിക്വസ്റ്റ് കമന്റ് ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് വരാമെന്ന് നോക്കാം. ഇപ്പൊ ക്ലോസ് ദി ഡോർ, ക്ലോസ് ദി ഡോർ എന്ന് പറയുന്ന അതായത് ക്ലോസ് ദി ഡോർ ദി ഡോക്ടർ സെഡ് ദ നേഴ്സ്, അതൊരു കമാൻഡ് ആണ് അല്ലെ, ക്ലോസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അത് ഫസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യാം, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, റിക്വസ്റ്റ് ആയിട്ടാണോ കമാൻഡ് ആണോ, എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ the doctor wanted the nurse to close the door. ആവശ്യപ്പെട്ടു, ഇത് ആവശ്യമാണെങ്കിൽ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. The doctor wanted the nurse to close the door എന്ന് പറയുന്നത്. Next, he said to her, please wait here till I return. അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പൊ he requested her to wait there till he returned എന്ന് വരും. Okay, he requested her to wait there till he returned എന്ന് വരും. റിക്വസ്റ്റ് ആയിരുന്നു, ഇത് റിക്വസ്റ്റ് ആയതുകൊണ്ടാണ് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞത്. ഇനി the teacher said to the students work hard, അതൊരു അഡ്വൈസ് ആണ് അല്ലെ. അപ്പൊ the teacher advised the students to work hard എന്ന് വരും. അഡ്വൈസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ അന്വേഷിച്ചിട്ടുണ്ട് എന്താ അഡ്വൈസ് ചെയ്തു എന്ന് അല്ലെ. The teacher advised the students to work hard. അതായത് നമ്മളൊരു ഇപ്പോ നമ്മൾ പറയാണ്, ഇപ്പൊ എന്നോട് പറഞ്ഞു ടീച്ചർ എന്താണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറഞ്ഞു അല്ലെ, ഞാൻ കേട്ട കാര്യം. അപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ് എന്താണ് ആ ടീച്ചർ സ്റ്റുഡൻസിനോട് ഇങ്ങനെ അഡ്വൈസ് ചെയ്തു, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് ചെയ്തു, അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരാള് പറയുന്ന കാര്യം മറ്റൊരാൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയല്ലേ, ഞാൻ അഡ്വൈസ് ചെയ്തു എന്നാണ് നമ്മൾ ചിലപ്പോൾ അത് പറയാം. അങ്ങനെയൊക്കെയാണ് ഈ റിപ്പോർട്ട് സ്പീച്ചിൽ വരുന്ന ചേഞ്ചസ്. അപ്പൊ ടീച്ചർ said to the students work hard എന്ന് പറയുന്ന സെന്റൻസിൽ അഡ്വൈസ് ആണോ അല്ലയോ എന്നും അവിടെ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ആ സെന്റൻസ് കേട്ടപ്പോൾ നമുക്കത് മനസ്സിലായി അതൊരു ഉപദേശമാണ്, അതൊരു അഡ്വൈസ് ആണ് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അഡ്വൈസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അല്ലെ. The teacher advised the students to work hard എന്ന് പറഞ്ഞു. ഇനി he said to me let me go, അതൊരു റിക്വസ്റ്റ് ആണ് അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞു he requested me, എന്നോട് റിക്വസ്റ്റ് ചെയ്തു let him go എന്ന് പറയും. Let him go, yeah, he said to me let me go. അവിടെ me തന്നെയാണ് വരാം, let me go തന്നെയാണ്, him അല്ല കേട്ടോ, let me go തന്നെയാണ് വരാം. അപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, ഒന്ന് ഇഗ്നോർ ചെയ്യാം. അതൊക്കെ ആ ടൈപ്പിംഗ് മിസ്റ്റേക്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസിൽ വരുന്ന മാറ്റങ്ങള്. ഇനി WH ആണെങ്കിലോ, WH ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ why does he go എന്ന് പറയുന്ന സ്ഥലത്ത് why does വേണ്ട, കാരണം when പറയുമ്പോൾ പിന്നെ does ആവശ്യമില്ല. ഗോയുടെ പാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും, when യൂസ് ചെയ്യും, പിന്നെ നമുക്ക് does ആവശ്യമില്ല. why he went എന്ന് വരും. why did he go എന്നുള്ളത് why he had gone എന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് വരുമ്പോ അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റും നോക്കി. Tom asked the stranger, where did you go? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? Where did you go എന്നുള്ളത് എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരുമ്പോ എങ്ങനെയാ ചേഞ്ച് വരാം? Where he has gone ആണോ, where he has gone, where he went, where do you go? ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്?
Okay, me ആണ്. Where he had gone ആണ് അല്ലെ. Where did you go എന്ന് ചോദിക്കുന്നത് past ആണ്. അതെന്താണ് past perfect ലേക്ക് മാറുന്നു. So he had gone ആണ് വരാം. Next, Priya said to him, why are you working so hard? Priya said to him, why are you working so hard? അതൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. Why are you ചോദിക്കുകയാണ്. അപ്പോ പ്രിയ asked him why he was working so hard എന്നാണോ, അല്ലെങ്കിൽ പ്രിയ asked him why was he working so hard, അല്ലെങ്കിൽ why he has been working so hard, or why he had been working so hard. Which one is the correct answer? Why are you എന്ന് ചോദിക്കുന്നത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. നോ, കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോ എന്തായിട്ട് മാറും? പറയൂ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. കറക്റ്റ് ആൻസർ ഒന്ന് പറയാൻ പറ്റും നോക്കിയേ. Why are you working so hard എന്നാണ് ചോദിക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ അതേപോലെ തന്നെ എവിടെയും വരണ്ടേ? എന്തായിരിക്കും ആൻസർ വരാ? Priya asked him why he was working so hard. ചോദിച്ചു. അങ്ങനെ ചോദിച്ചു എന്ന് പറയുമ്പോ ആ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്, കറക്റ്റ് ആൻസർ ആണ്, ഏതന്നെയാണ്. അപ്പൊ അതേപോലെ തന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മളോട് പറഞ്ഞു ചോദിച്ചു, ആസ്ക്ഡ് അല്ലെ. ചോദിച്ചു എന്ന് പറയുമ്പോൾ ചോദ്യമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്താണ് ചോദിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോ കറക്റ്റ് ആണ്, why he was working so hard എന്നാണ് പറയുന്നത്. Okay, next, she said to him, why don't you go today? എന്താണ്? She said to him, why don't you go today? ആൻസർ പറയൂ. Which one is correct? A, B, C or D? Yeah, correct. D is the correct answer. She asked him why he did not go today, go that day. ചോദിക്കുകയാണ്, അപ്പോൾ ആസ്ക്ഡ് ആണ് വരേണ്ടത്. പിന്നെ ചോദ്യം തന്നെ പറയണമെന്നില്ല. ഡോണ്ട് നമ്മൾ എന്താണ് പാസ്റ്റിലേക്ക് വരുമ്പോ ഡിഡ് ആയിട്ട് മാറുന്നു. ഡോണ്ട് എന്ന് പറയുമ്പോ ഡു നോട്ട് ആണ്. അപ്പോ ഡു എന്ന് പറയുന്നത് ഡിഡ് ആയിട്ട് മാറുന്നു. നോട്ട് ഉണ്ട്. ദെൻ ഗോ, ഗോ തന്നെയാണ്. കാരണം നമ്മൾ ഗോ തന്നെ യൂസ് ചെയ്യാൻ കാരണം ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഗോ തന്നെ യൂസ് ചെയ്തത്. ഓക്കെ, ഡിഡ് നമ്മൾ മെൻഷൻ ചെയ്തില്ല എങ്കിൽ നമുക്ക് അവിടെ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഡിഡ് ആഡ് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് മാത്രമാണ് അവിടെ ഗോ എന്ന് വന്നത്. ഓക്കെ, ഇനി ടുഡേ എന്നുള്ളത് ദാറ്റ് ആയിട്ട് മാറുന്നു. അപ്പോ ദി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, രവി, വെർ ഈസ് മൈ ബുക്ക്? The answer.
ഏതാണ് കറക്റ്റ് ആൻസർ? ചോദിക്കുകയല്ലേ ചെയ്യാം. അപ്പൊ ചോദിക്കുമ്പോ ചോദ്യം അങ്ങനെ തന്നെ നമ്മൾ മാറ്റണമെന്നില്ല. ചോദ്യത്തിൽ കുറച്ചിങ്ങനെ വ്യത്യാസം വരും. കാരണം ചോദിക്കുമ്പോൾ നമ്മൾ വേഴ്സ് മൈ ബുക്ക് എന്ന് ചോദിക്കും. പക്ഷെ ഒരാളോട് പറയുമ്പോ എന്താണ്, അവൻ ചോദിച്ചു അവന്റെ ബുക്ക് എവിടെയാണെന്ന് എന്നാ വരാ അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ രവി ആസ്ക്ഡ് വേർ ഹിസ് ബുക്ക് വാസ് എന്ന് വരും. എന്റെ ബുക്ക് എവിടെയായിരുന്നു എന്ന് അവൻ ചോദിച്ചു എന്ന് വരും. അപ്പോ ആൻസർ വേർ ഹിസ് ബുക്ക് വാസ് എന്നാണ് വരും. ഓക്കെ, വേർ വാസ് ഹിസ് ബുക്ക് എന്ന് ചോദിക്കും. അത് കറക്റ്റ് ചോദ്യത്തിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെയല്ലേ. പക്ഷെ അങ്ങനെ ചെയ്യണ്ട, കറക്റ്റ് ആൻസർ വാസ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്രയൊക്കെയാണ് റിപ്പോർട്ട് സ്പീച്ചിൽ പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെയും ഇതാണ് റിപ്പോർട്ട് സ്പീച്ചിലൊക്കെ മാറ്റുമ്പോ വെർബലിന് ചേഞ്ചസ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈസ് എന്നുള്ളത് വാസ് ആകും, ആം എന്നുള്ളത് വാസ് ആകും, ഡു ഡിഡ് ആകും, ഡസ് ഡിഡ്, ഹാസ് ഹാഡ്, ഹാവ് ഹാഡ്, വി ടു ഹാഡ് പ്ലസ് വി ത്രീ വരും, ഡിഡ് അവിടെ ഹാഡ് പ്ലസ് വി ത്രീ ആണ് വരാ, വാസ് ഹാഡ് ബി ആൻഡ് വേർ ഹാഡ് had be, shall, should, will, would, can, could, may, might, must, had to. ഇങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരാം. ഇനി ഐ ആണെങ്കിൽ he or she, me, him, her, and my, his or her, myself, himself, herself വരും, ourselves, themselves ആകും, our, their ആകും, ours, theirs, we, they, us, them. ഇങ്ങനെയാണ് ചേഞ്ചസ് വരാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് നോട്ടും ഇന്ന് നാളെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓക്കെ, ടെൻസസും കുറച്ചുകൂടെ ഐഡന്റിഫൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ? യാ, നിങ്ങൾക്ക് ഇപ്പോ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇല്ലയോ? കാര്യങ്ങളൊന്ന് പറയാമോ? ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു സെൽഫ് ഇൻട്രോ എന്തായാലും മസ്റ്റ് ആണ്. നമുക്ക് ഇന്റർവ്യൂവിന് പോയാലും പിന്നെ അല്ല എവിടെ പോകുമ്പോഴും ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അത് എത്രയോ നന്നായിട്ട് ചെയ്യുന്നു, അതൊരു ഇംപ്രഷൻ ആണ്. സോ അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് കറക്റ്റ് ആയിട്ട് അറിയാവോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പ്രിപ്പയർ ആയിട്ട് വരാം. ക്ലാസ്സിൽ ഫസ്റ്റ് ഒരു സെൽഫ് ഇൻട്രോ ചെയ്യണം. ഓക്കെ, എല്ലാവരും റെഡി ആണോ? നിങ്ങളുടെ ഇപ്പോ കുറച്ച് സ്റ്റുഡൻസ് ക്ലാസ്സിലുള്ളൂ, ഇതിലൂടെയൊക്കെയാണ് ഞാൻ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് അറിയില്ലായിരുന്നു മിസ്, ഞാൻ ഉണ്ടായിരുന്നില്ല എന്നൊന്നും പറയരുത്. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ഞാൻ ചെയ്യാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് പഠിക്കാനല്ല. അതൊന്ന് മനസ്സിലാക്കും. അപ്പൊ മാക്സിമം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരും. ഈ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് ഫ്രൈഡേ അല്ലേ, അപ്പൊ ആ ടൈമിലൊന്ന് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ, നല്ല രീതിയിൽ ഒരു സെൽഫ് ഇൻട്രോ ചെയ്യാം. ഓക്കെ ആണോ? ഇനിയിപ്പോ നിങ്ങൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ഗ്രാമറിലായാലും എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയാമോ എല്ലാവരും? നമുക്ക് ഇനി ആ രീതിയിൽ ഈ ക്ലാസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുവിധ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ചുകൂടെ കോമൺലി ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ആവശ്യമുള്ളൂ. സോ നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ക്ലാസ് മുന്നോട്ട് പോകാം. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്. സംസാരിക്കാനാണോ ബുദ്ധിമുട്ട്? എന്താണ് നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്നത് എന്ന് പറയാമോ? To be frank, or you can say it openly.
ഓക്കെ, പറയുന്നുണ്ടോ? ഇതിൽ ചോദിച്ചാൽ നിങ്ങളൊന്നും മിണ്ടാറില്ല, അതുകൊണ്ടാണ്. പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും. അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി വേറെ എന്താണ്? വേറെ എന്താണ് ഫേസ് ചെയ്യുന്നത്? എല്ലാവരും ക്ലാസ്സില് എത്ര പേരാണ്? കുറച്ച് പേര് സ്റ്റുഡൻസ് ഉള്ളൂ. ടിബിൻ, ശ്രീഹരി സ്പീക്ക് ആണ്. ശ്രീഹരി, സ്നേഹ, നഫിറ, മുഹമ്മദ് സ്നാൻ, ഇവരുടെ പേര്, ഫാത്തിമ, അശ്വിനി, അശ്വിൻ, ഇത്രയും പേര് ക്ലാസ്സിലുള്ളൂ. ഓക്കെ, സെയിം ആണ്. സംസാരിക്കാനാണ് ബുദ്ധിമുട്ട്. അതിപ്പോ നിങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പോ മലയാളം പോലെ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാം? ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ അതിന് റെഡി ആകുന്നില്ല. ഇതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ, സംസാരിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് നിങ്ങളും കൂടെ റെഡി ആവണ്ടേ, അല്ലേ? ഇപ്പോ പോലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആരും സംസാരിക്കാൻ റെഡിയുമല്ല. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? അതിന്റെ ആൻസർ എനിക്ക് പോലും അറിയില്ല. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്, എന്നിട്ട് ഒരു കാര്യം പോലും റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല. അത് ടെക്സ്റ്റ് ചെയ്യാൻ പറയുന്നത് തന്നെ നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ഇൻട്രോ പ്രിപ്പയർ ചെയ്ത് വരാം. ക്ലാസ്സിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. അങ്ങനെയെങ്കിലും എല്ലാവരും റെസ്പോണ്ട് എങ്കിലും ചെയ്യും, സംസാരിക്കൂ. ഓക്കെ, നിങ്ങൾ സംസാരിച്ച് കേൾക്കാൻ ഭയങ്കര ആഗ്രഹം. ഇത്രയും നാളെ ക്ലാസ് എടുത്തല്ലേ, എന്നിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇൻട്രോ സെൽഫ് ഇൻട്രോ പ്രിപ്പയർ ചെയ്ത് വരാം, നമുക്ക് പ്രസന്റ് ചെയ്യും. ഓക്കെ, Okay, ma'am. Okay. Thank you. Thank you, ma'am. Thank you, ma'am.